ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BSOC 132 10ാമത്തെ യൂണിറ്റ് ട്രൈബൽ ആൻഡ് എത്നിക് മൂവ്മെന്റ്സ് എന്ന് പറയുന്ന 10ാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് 4 ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ എക്സാമുകളിൽ പ്രധാനമായിട്ടും 4 ക്വസ്റ്റ്യൻസ് ആണ്. ഏകദേശം ഒക്കെ ഒരു സെയിം ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഒന്നാമത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ് ആൻഡ് ഡിസ്കസ് ദ നേച്ചർ ഓഫ് ട്രൈബൽ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ. ഇതിനകത്ത് 2 പാർട്ടാണുള്ളത്. ഒന്ന്, എന്താണ് സോഷ്യൽ മൂവ്മെന്റ്, രണ്ടാമതാണ് ട്രൈബൽ മൂവ്മെന്റ്. ഇത് രണ്ടുമാണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പം എന്താണ് സോഷ്യൽ മൂവ്മെന്റ് എന്നുള്ളതും എന്താണ് ട്രൈബൽ മൂവ്മെന്റ് എന്നുള്ളതും വിശദീകരിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റിന് ആൻസർ നമുക്ക് ആവാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ഇതിനൊരു ഫ്രെയിമിലേക്ക് കൊണ്ടുവരുന്നത്? ഇനി ശ്രദ്ധിക്കേണ്ട ഒരു സാധനം 2 മൂവ്മെന്റുകളാണ്. മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ സമരം എന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയാം. ഒരു സമരം, തുടർച്ചയായി ഉണ്ടാകുന്ന ഒരു സമരം. പ്രത്യേകിച്ചും ട്രൈബൽ എന്ന് പറയുന്നത് ഗോത്ര വിഭാഗങ്ങളാണ്. ഗോത്ര വിഭാഗങ്ങൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും സമരം ചെയ്യാൻ? ഒന്ന്, അവരുടെ ഭൂമി പ്രശ്നം ഉണ്ടാവും. അതുപോലെ തന്നെ ഭരണകൂടത്തിന്റെ അടുത്ത് നിന്ന് അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നം ഉണ്ടാവും. അരികുവൽക്കരിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത് ഓൾറെഡി നമുക്ക് ആലോചിച്ചാൽ കിട്ടുന്നതാണ്. എന്തായിരിക്കും ഒരു ട്രൈബൽ മൂവ്മെന്റിന്റെ കാരണം? ഏറ്റവും പ്രധാനമായിട്ടും അവരുടെ അവകാശം എന്ന് പറയുന്നത് ലാൻഡ് റൈറ്റ് ആയിരിക്കും. ലാൻഡ് റൈറ്റിന് വേണ്ടിയിട്ട് അവർ നടത്തുന്ന, സ്വന്തമായ ഭൂമി എന്നുള്ളതിന് വേണ്ടി അവർ നടത്തുന്ന സമരങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് സമരം നടത്തുന്ന കുറെ ആളുകൾ വേണമല്ലോ. അപ്പൊ കുറെ ആളുകൾ ചേർന്നുകൊണ്ട് നടത്തുന്ന, സമൂഹത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരണം എന്നുള്ള അർത്ഥത്തിൽ, ആലോചനയിൽ, ലക്ഷ്യത്തിൽ നടത്തുന്ന സമരങ്ങളാണ് സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഈ 2 കോൺസെപ്റ്റും ഈ ചാപ്റ്ററിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും ക്ലിയർ ആയിരിക്കും. മൂവ്മെന്റ് എന്ന് പറയുന്നത് സമരമാണ്. അതുപോലെ തന്നെ ട്രൈബൽ മൂവ്മെന്റും സോഷ്യൽ ട്രൈബൽ മൂവ്മെന്റ് തന്നെയാണ് പലപ്പോഴും എന്തായി മാറുന്നത്? സോഷ്യൽ മൂവ്മെന്റുകളായി മാറുന്നത്. ട്രൈബൽ മൂവ്മെന്റിന്റെ ലക്ഷ്യം സോഷ്യൽ ചേഞ്ച് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ മൂവ്മെന്റിന്റെ പേരെന്തായിട്ട് മാറും? സോഷ്യൽ മൂവ്മെന്റ് എന്നായിട്ട് മാറും. അത്രയാണ് അതിനകത്ത് നമുക്ക് പറയേണ്ടതുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ സോഷ്യൽ മൂവ്മെന്റ് എന്താണ്, ട്രൈബൽ മൂവ്മെന്റ് എന്താണ്, അതിന്റെ നേച്ചർ എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. ട്രൈബൽ മൂവ്മെന്റിന്റെ നേച്ചർ എന്താണ്, സോഷ്യൽ മൂവ്മെന്റിന്റെ കോൺസെപ്റ്റ് എന്താണ്, രണ്ടുമാണ് ഇതിനകത്ത് ചോദിച്ചത്. അതിനെ ഡിഫൈൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്താണ് സോഷ്യൽ മൂവ്മെന്റ് എന്നുള്ളതിന്റെ ഡെഫിനിഷനാണ് ആദ്യം പറയുക. ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, ഏത് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ് സോഷ്യൽ മൂവ്മെന്റ്, എന്താണ് ട്രൈബൽ മൂവ്മെന്റ്. ഇത് രണ്ടിന്റെയും ഡെഫിനിഷൻ വളരെ കൃത്യമായിട്ട് നിങ്ങൾ കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ കാണാതെ തന്നെ പഠിക്കും. 2 വരെ ഉണ്ടാവുള്ളൂ. അപ്പം എന്താണ് സോഷ്യൽ മൂവ്മെന്റ് എന്നുള്ളതും എന്താണ് ട്രൈബൽ മൂവ്മെന്റ് എന്നുള്ളതും വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഏത് ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും ആ ക്വസ്റ്റ്യന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിങ്ങൾ എഴുതേണ്ടത് ഇതാണ്. ഇനി എത്നിക് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാലും, വൺ ഓഫ് ദ മൂവ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാലും, സോഷ്യൽ മൂവ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് ഏത് ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും അതിനകത്ത് എന്താണ് സോഷ്യൽ മൂവ്മെന്റ് എന്നുള്ളതും എന്താണ് ട്രൈബൽ മൂവ്മെന്റ് എന്നുള്ളതും കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. അപ്പം എന്താണ് സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്? ഇവിടെ നോക്കൂ, ഈസ് എ കളക്റ്റീവ് എഫേർട്ട് ബൈ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ടു ബ്രിങ് അബൌട്ട് ചേഞ്ച് ഇൻ സൊസൈറ്റി. ഇതാണ് അതിന്റെ ഒരു കറക്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ സോഷ്യൽ മൂവ്മെന്റ് ഈസ് എന്നൊക്കെ പറഞ്ഞിട്ട് എസ് എങ്ങനെയൊക്കെയാണ് വലുതാക്കേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യും. ഞാൻ ഇവിടെ പറയുന്നത് വളരെ കോർ പാർട്ടാണ്. ഇതെന്തായാലും അതിനകത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. അപ്പൊ സോഷ്യൽ മൂവ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ എന്താണ്? ഒരാൾ ഒറ്റയ്ക്ക് നടത്തുന്നില്ല, കുറെ ആളുകൾ കൂടി നടത്തുന്നതാണ്. അപ്പൊ സോഷ്യൽ മൂവ്മെന്റ്, ഇപ്പൊ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാവും, അതിനകത്ത് കുറെ മനുഷ്യന്മാരുണ്ടാവും എന്നാണ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയും. കുറെ ആളുകൾ ഉണ്ടാവും. ഈ ആളുകൾക്ക് എന്താണ്? ഈ ആളുകൾ സൊസൈറ്റിയിൽ ഏതെങ്കിലും രൂപത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ നടത്തുന്ന ഒരു കളക്റ്റീവ് എഫേർട്ടാണ് സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് സമൂഹത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് അവര് നടത്തുന്ന ഒരു കളക്റ്റീവ് ആയിട്ടുള്ള എഫേർട്ട്, ആ എഫേർട്ടിനാണ് നമ്മൾ എന്താ പറയാ? സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. എ കളക്റ്റീവ് എഫേർട്ട് ബൈ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ടു ബ്രിങ് അബൌട്ട് ചേഞ്ച് ഇൻ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ കളക്റ്റീവ് ആയിട്ടുള്ള എഫേർട്ടിനെയാണ് സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുക. ഈ ഡെഫിനിഷൻ കാണാതെ പഠിക്കുക. ഇനി
ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് അതിനോടൊപ്പം എഴുതാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്തിനാണ് സോഷ്യൽ മൂവ്മെന്റുകൾ ഉണ്ടാകുന്നത്? അപ്പൊ സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ എന്തുണ്ടാവും? ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. വൈഡ് റേഞ്ച് ഓഫ് ഇഷ്യൂസ്. ദീസ് മൂവ്മെന്റ്സ് ക്യാൻ അഡ്രസ് എ വൈഡ് റേഞ്ച് ഓഫ് ഇഷ്യൂസ്. ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കരുത്. എഴുതുന്ന സമയത്ത് ഓൾറെഡി നമുക്ക് മനസ്സിലാവില്ല. സോഷ്യൽ മൂവ്മെന്റ് ആണ്, ഒരു സമരം നടക്കുകയാണ്. സമരം നടക്കുമ്പോൾ കുറെ ആളുകൾ ഉണ്ടാവും. എന്തെങ്കിലും ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണല്ലോ സമരം നടക്കുന്നത്. അപ്പൊ ആ മാറ്റം വരാൻ ഒരുപാട് റേഞ്ച് ഓഫ് ഇഷ്യൂസിന് ഇവര് സെലക്ട് ചെയ്യുന്നുണ്ടാവും. അത് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, സാമൂഹ്യപരമായിട്ടുള്ള സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ സോഷ്യൽ മൂവ്മെന്റുകൾ ഏറ്റെടുക്കുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്? ഒന്ന് പൊളിറ്റിക്കൽ ഉണ്ട്, എക്കണോമിക് ഉണ്ട്, സോഷ്യൽ ജസ്റ്റിസ് ഉണ്ട്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇത് നമ്മൾ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഒരു സമരം, അപ്പൊ ആ സമരം ഒന്നുകിൽ രാഷ്ട്രീയപരമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള, ഇപ്പൊ വിലക്കയറ്റത്തിനെതിരെ നടക്കുന്ന സമരം സാമ്പത്തികമാണ് അതിന്റെ സ്രോതസ്. ഇപ്പൊ ഏതെങ്കിലും ഒരു കുട്ടി എന്തെങ്കിലും ഒരു ചൂഷണത്തിന് വിധേയമായിട്ടുള്ള ഒരു കുട്ടി, ആ കുട്ടിക്ക് വേണ്ടി നടത്തുന്ന സമരം എന്ന് പറയുന്നത് സോഷ്യൽ ജസ്റ്റിസ് ആണ്, സാമൂഹ്യ നീതിയാണ്. ഒരു ഡെവലപ്മെന്റ്, എൻവയോൺമെന്റിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുന്ന സമയത്ത് അതിനു വേണ്ടി നടത്തുന്ന സമരം എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആണ്. അപ്പം ഇത്രയും ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യുന്ന ഇത് സിമ്പിൾ ആയിട്ട് ഒരു ബ്രോഡർ ആയിട്ടുള്ള ഇഷ്യൂസ് പറഞ്ഞാണ്. ഇത്രയും ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഏതെങ്കിലും ഒരു സൊസൈറ്റിയിൽ ചേഞ്ച് ഉണ്ടാകാൻ വേണ്ടി നടത്തുന്ന കളക്റ്റീവ് എഫേർട്ടിനെയാണ് സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പം എന്താണ് സോഷ്യൽ മൂവ്മെന്റ്? ആ സോഷ്യൽ മൂവ്മെന്റ് ടച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഏരിയകൾ പൊളിറ്റിക്കൽ ഉണ്ട്, എക്കണോമിക് റിഫോംസ് ഉണ്ട്, സോഷ്യൽ ജസ്റ്റിസ് ഉണ്ട്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഈ വാക്കുകൾ ഇങ്ങനെ തന്നെ വരണമെന്നൊന്നുമില്ല, നമ്മുടേതായിട്ടുള്ള രീതിയിൽ അതിനെ കൊണ്ടുവരാവുന്നതാണ്. ദെൻ ഈ സോഷ്യൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് പലപ്പോഴും എന്താണ്? ഒരു നോൺ വയലന്റ് പ്രൊട്ടസ്റ്റ് ആണ്. നോൺ വയലന്റ് പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ഈ പ്രകടനങ്ങൾ, ഡെമോൺസ്ട്രേഷൻസ് എന്നൊക്കെ പറയുന്നത് പ്രകടനങ്ങൾ. അതുപോലെ ഈ വയലന്റ് പ്രൊട്ടസ്റ്റിനെ നമ്മൾ ഒരിക്കലും സോഷ്യൽ മൂവ്മെന്റ് എന്ന് വിളിക്കൂല. സാമൂഹ്യ സമരങ്ങൾ, നോൺ വയലന്റ് എന്ന് പറയുന്നതും വയലന്റ് എന്ന് പറയുന്നതും അറിയാലോ. ഒന്ന് കുറച്ചുകൂടെ അക്രമാസക്തമായിരിക്കും, മറ്റത് അങ്ങനെ ആയിരിക്കില്ല. അപ്പം നോൺ വയലന്റ് മൂവ്മെന്റുകളാണ് സോഷ്യൽ മൂവ്മെന്റുകൾ എന്ന് പറയുന്നത്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് സോഷ്യൽ മൂവ്മെന്റ് നടക്കുന്നത്? ഒരു പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻ എന്നായിരിക്കും. അതായത് ഇപ്പൊ നമ്മളൊരു സമരം നടത്തുന്ന സമയത്ത് നമുക്ക് മുദ്രാവാക്യങ്ങൾ ഉണ്ടാവും, പ്ലക്കാർഡുകൾ ഉണ്ടാവും. ആ സമരത്തിൽ കുറെ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ, കുറെ ഈ നമ്മളിങ്ങനെ പ്രദർശിപ്പിക്കുന്ന കുറെ സംഭവങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ സ്റ്റിൽ മോഡലുകൾ മറ്റുമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ എന്തിനാണ് നമ്മൾ കൊണ്ടുവരുന്നത്? നമ്മൾ ഉന്നയിക്കുന്ന ആശയത്തെ വളരെ കൃത്യമായിട്ട് പബ്ലിക്കിന് അവയർനെസ് കൊടുക്കാനാണ്. ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് പബ്ലിക്കിന് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു സോഷ്യൽ മൂവ്മെന്റിനകത്ത് ഉണ്ടാവുക. അപ്പം എന്താണ് സോഷ്യൽ മൂവ്മെന്റ് എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവുക. സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്തെങ്കിലും ഒരു സോഷ്യൽ ചേഞ്ച്, സൊസൈറ്റിയിൽ ഒരു ചേഞ്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കളക്റ്റീവ് എഫേർട്ടാണ്. അത് പൊളിറ്റിക്കൽ ഇഷ്യൂ കൈകാര്യം ചെയ്യും, എക്കണോമിക് ഇഷ്യൂ കൈകാര്യം ചെയ്യും, സോഷ്യൽ ഇഷ്യൂ കൈകാര്യം ചെയ്യും, എൻവയോൺമെന്റൽ ഇഷ്യൂ കൈകാര്യം ചെയ്യും. ഈ വർഷം കൂടെ വിശദമായിട്ട് പറയേണ്ടവർക്ക് എക്കണോമിക് റിഫോംസ്, സോഷ്യൽ ജസ്റ്റിസ്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയാം. ഓക്കെ, ഇനി എങ്ങനെയായിരിക്കും സോഷ്യൽ മൂവ്മെന്റ് ഉണ്ടാവുക? അപ്പം അത് നോൺ വയലന്റ് ആയിരിക്കും. അതിനകത്ത് കുറെ ഡെമോൺസ്ട്രേഷൻസ് ഉണ്ടാവും. ഡെമോൺസ്ട്രേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രകടന സാധനങ്ങൾ, ഡെമോൺസ്ട്രേഷൻസ് ഉണ്ടാകും. പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻ, അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള പബ്ലിക് അവയർനെസ് ക്യാമ്പയിനുകൾ ഉണ്ടാകും. ഇതാണ് ഒരു സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ശ്രദ്ധിക്കേണ്ടത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ്. ഇങ്ങനെ തന്നെ ഹെഡിങ് കൊടുക്കാം. ഇപ്പൊ നമുക്ക് അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ അകത്ത് ചോദിച്ചിട്ടുള്ളത് കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ് ആണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ശരിക്കും നിങ്ങൾ എന്ത് ചെയ്യണം, എന്താണ് ട്രൈബൽ മൂവ്മെന്റ് എന്നുള്ളതിന്റെ ഒരു ഡെഫിനിഷൻ കൂടെ ഇവിടെ കൊടുക്കണം ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ. ഞാൻ അവിടെ എത്തുമ്പോൾ അത് പറയാം. ഇതിനെ തൊട്ട് താഴെ പറയുന്നുണ്ട് എന്താണ് ട്രൈബൽ മൂവ്മെന്റ്. എനിക്ക് തോന്നുന്നത് ഈ ഭാഗം കൂടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്തേക്ക് വരണം. India has rich history of social movements and tribal communities play a significant role in this landscape. അതായത് സോഷ്യൽ മൂവ്മെന്റുകൾക്ക് വലിയ ചരിത്രമുള്ള വലിയ റിച്ച് ആയിട്ടുള്ള ചരിത്രമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റികളാണ്. അവരാണ് ഈ സോഷ്യൽ മൂവ്മെന്റുകളൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ട്രൈബൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്നതിന്റെ ഒരു ഡെഫിനിഷൻ, ട്രൈബൽ മൂവ്മെന്റ്സ് അഡ്രസ് എ ഡിസ്റ്റിങ്ക്ട് സെറ്റ് ഓഫ് ചലഞ്ചസ് ആൻഡ് aspirations specific to their way of life and marginalization which the larger society. ഒരു വലിയ സൊസൈറ്റിയിൽ ട്രൈബൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഗോത്ര വിഭാഗക്കാരാണ്. ഈ ഗോത്ര വിഭാഗക്കാർ എപ്പോഴും മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആളുകളായിരിക്കും. സ്വാഭാവികമായിട്ടും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, അവർ അരികുവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അവരുടെ ഭൂമിയുമായിട്ടും അവരുടെ സ്വത്തുക്കളുമായിട്ടും അവരുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട് അവരനുഭവിക്കുന്ന വെല്ലുവിളികളെ മറികടക്കാൻ വേണ്ടിയിട്ട് അവര് തന്നെ നടത്തുന്ന സമരമാണ്. അപ്പൊ സോഷ്യൽ മൂവ്മെന്റ്
ട്രൈബൽസ് നടത്തുമ്പോൾ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ട്രൈബൽ മൂവ്മെന്റ് എന്ന് പറയാൻ പറ്റും. ട്രൈബൽ മൂവ്മെന്റ് ഒരു സൊസൈറ്റിയിൽ നടക്കുന്ന ചേഞ്ചിന് വേണ്ടിയിട്ടുള്ളതാകുമ്പോൾ അത് നമുക്ക് സോഷ്യൽ മൂവ്മെന്റ് എന്നും പറയാൻ പറ്റും. അപ്പം ഈ ഒരു ഡെഫിനിഷൻ കൂടെ എന്ത് ചെയ്യാൻ പറ്റണം? നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റണം. ഈ ക്വസ്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ ഈ ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ 2 ക്വസ്റ്റ്യൻ വേറെ തന്നെ ചോദിക്കുന്നുണ്ട്. ഡിസ്കസ് ദ നേച്ചർ ഓഫ് ട്രൈബൽ മൂവ്മെന്റ് ചോദിക്കുന്നുണ്ട്, കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ് ചോദിക്കുന്നുണ്ട്. രണ്ടും എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റണം. അപ്പൊ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ എന്താണ് സോഷ്യൽ മൂവ്മെന്റ്, എന്താണ് ട്രൈബൽ മൂവ്മെന്റ് എന്ന് നമുക്ക് ഇവിടെ കൊടുക്കാം. എന്നിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ്, അതാണ് ഒന്നാമത്തെ ഭാഗം, ക്വസ്റ്റ്യന്റെ ഒന്നാമത്തെ ഭാഗം. അതിനകത്ത് 3 കാര്യങ്ങൾ. ഒന്ന് ഷെയർഡ് ഗോൾസ്, അതിനകത്ത് ഉണ്ടാകുന്ന ആളുകൾക്ക് എന്തായിരിക്കും? ഒരു പരസ്പരം കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടാവും. എല്ലാ ആളുകൾക്കും ഒരു കൃത്യമായിട്ടുള്ള ലക്ഷ്യം ഉണ്ടാവും, അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഒരു ആക്ഷൻ എടുക്കുന്നത് എന്നുള്ളതിന് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടാവും. രണ്ടാമത്തെ കളക്റ്റീവ് ആക്ഷൻ. കളക്റ്റീവ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെല്ലാ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെല്ലാ ആളുകളും കൂടെ, ആ കമ്മ്യൂണിറ്റിയിലുള്ള മുഴുവൻ ആളുകളും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? സമരം നടത്തുന്നത്. കളക്റ്റീവ് ആക്ഷൻ. ദെൻ സോഷ്യൽ ചേഞ്ച്. എന്താണ് അതിന്റെ എയിം? അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ മൂവ്മെന്റിന്റെ ക്രിയേറ്റ് എ പോസിറ്റീവ് ചേഞ്ച് ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ ഒരു ഏറ്റവും നല്ല മാറ്റം ഉണ്ടാവണം. അത് പോളിസി ചേഞ്ച് ആവാം, കൾച്ചറൽ ഷിഫ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു അവയർനെസ് കൂട്ടലാവാം. ഏതെങ്കിലും രൂപത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കുക. ഇതാണ് സോഷ്യൽ മൂവ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സോഷ്യൽ മൂവ്മെന്റ് എന്ന് ഇൻട്രൊഡക്ഷനിൽ കൊണ്ടുവരാം. അതിന്റെ താഴെ തന്നെ എന്താണ് ട്രൈബൽ മൂവ്മെന്റ് എന്നുള്ളത് കൊണ്ടുവരാം. ട്രൈബൽ മൂവ്മെന്റും സോഷ്യൽ മൂവ്മെന്റും ഇങ്ങനെ വല്ലാതെ വേർതിരിക്കേണ്ട ആവശ്യമില്ല, കാരണം ഏകദേശം ഒന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? സോഷ്യൽ മൂവ്മെന്റ് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഈ സോഷ്യൽ മൂവ്മെന്റിനകത്ത് ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റോള് വഹിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് ഇവിടെ പറയുന്നുള്ളത്. ട്രൈബൽ കമ്മ്യൂണിറ്റീസ് പ്ലേ എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ദിസ് ലാൻഡ്സ്കേപ്പ്. ആണ് ലാൻഡ്സ്കേപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സോഷ്യൽ മൂവ്മെന്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ച ഒരു വിഭാഗം എന്ന് പറയുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. അവർ അഡ്രസ് ചെയ്തത് അവരുടെ ജീവിതവുമായിട്ടും ഈ മാർജിനലൈസ് ചെയ്യപ്പെട്ട വിഷയമായിട്ടൊക്കെയുള്ള സമരങ്ങളിലാണ് അവർ ഇതിനകത്തേക്ക് സോഷ്യൽ മൂവ്മെന്റ് ആയിട്ട് കൊണ്ടുവന്നത്. അപ്പം ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യന്റെ ആദ്യ പാർട്ട് കംപ്ലീറ്റ് ആവും. എന്താണ് സോഷ്യൽ മൂവ്മെന്റ് എന്നുള്ളതും, എന്താണ് ട്രൈബൽ മൂവ്മെന്റ് എന്നുള്ളതും, എന്താണ് സോഷ്യൽ മൂവ്മെന്റിന്റെ കോൺസെപ്റ്റ് എന്നുള്ളതും ഇതിനകത്തുനിന്ന് നമുക്ക് ക്ലിയർ ആവും. സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് കളക്റ്റീവ് എഫേർട്ട് ആണ്. അതുപോലെ തന്നെ അത് അഡ്രസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഉണ്ട്, അതുപോലെ എക്കണോമിക് ഉണ്ട്, സോഷ്യൽ ജസ്റ്റിസ് ഉണ്ട്, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. നോൺ വയലന്റ് പ്രൊട്ടസ്റ്റ് ആയിരിക്കും. ഡെമോൺസ്ട്രേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് എഴുതാൻ പ്രയാസമോ പഠിക്കാൻ ഓർമ്മയിൽ നിൽക്കാത്ത ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് അത് കട്ട് ചെയ്യാം. എന്നിട്ട് നോൺ വയലന്റ് പ്രൊട്ടസ്റ്റ് ആൻഡ് പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻ, ഇത് രണ്ടും നമുക്ക് വളരെ കോമൺ ആണല്ലോ. ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുമ്പോൾ നമുക്ക് ഇതൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഈ 3 കാര്യങ്ങൾ മാത്രം ഓർമ്മയിൽ ഉണ്ടാവണം. ഷെയർഡ് ഗോൾസ് എന്ന് പറയുന്ന എല്ലാവർക്കും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ ഉണ്ടാകും. ഇതിന് കളക്റ്റീവ്, എല്ലാവരും എന്ത് ചെയ്യും? എല്ലാവരും ഒരുമിച്ചാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. ദെൻ ഒരു സോഷ്യൽ ചേഞ്ച് ആണ് ഇതിന്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഈ ക്വസ്റ്റ്യന്റെ രണ്ടാമത്തെ പാർട്ടിലേക്കാണ്. ഒന്നാമത്തെ പാർട്ട് പറയുന്നത് എന്താണ് സോഷ്യൽ മൂവ്മെന്റ് എന്നുള്ളതിന്റെ കോൺസെപ്റ്റ് ആണ്. അതാണ് ഇപ്പൊ നമ്മൾ വിശദീകരിച്ചത്. അതിനകത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തു? എന്താണ് സോഷ്യൽ മൂവ്മെന്റ് എന്നുള്ളിടത്ത് എന്താണ് ട്രൈബൽ മൂവ്മെന്റ് എന്നുള്ളതിന് ജസ്റ്റ് ഒന്ന് അതിന്റെ ഒരു എന്താണ് എന്നുള്ളത് മാത്രം ഇൻട്രൊഡക്ഷനകത്ത് പറഞ്ഞു തന്നു. കാരണം ഒറ്റ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അതിന് ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത് എന്ത് ചെയ്തു? നമ്മൾ അതും കൂടെ പറഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത്. ദെൻ ഇനി നമുക്ക് പോകാനുള്ളത് ട്രൈബൽ മൂവ്മെന്റിന്റെ നേച്ചർ ഓഫ് ട്രൈബൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇതിൽ തന്നെ ഈ ക്വസ്റ്റ്യനകത്ത് തന്നെയുള്ള രണ്ടാമത്തെ പാർട്ടാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒന്നാമത്തെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ് എഴുതാം. ദെൻ ട്രൈബൽ മൂവ്മെന്റ് ഇൻ ഇന്ത്യ എന്നുള്ളത് കൊടുക്കാം. ഇപ്പൊ ട്രൈബൽ മൂവ്മെന്റ് കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് വേണമെങ്കിൽ ആ ഡെഫിനിഷൻ ഒന്നുകൂടെ എടുത്ത് എഴുതാം. ഇത് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എഴുതിയതായിരിക്കും, എന്നാലും വീണ്ടും ഇതിന്റെ ഒരു ഡെഫിനിഷൻ മാത്രം ഇങ്ങോട്ട് എടുത്ത് എഴുതാം. എന്നിട്ട് ഇഷ്യൂസ് ഹൈലൈറ്റഡ് ബൈ ട്രൈബൽ മൂവ്മെന്റ്സ്. എന്താണ് ട്രൈബൽ മൂവ്മെന്റ്സിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസ്? ഇത് ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതാണ്. എന്താ ട്രൈബൽ മൂവ്മെന്റ്സ് എന്ന് പറയുമ്പം ഏകദേശം എല്ലാവരുടെയും ആവശ്യം ഒന്നായിരിക്കും. ഏറ്റവും സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കാൻ, ഇപ്പൊ നമ്മളൊക്കെ ഏറ്റവും സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ, ഇതുപോലെ ജീവിക്കാൻ അവസരം കിട്ടുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ആവശ്യം. അപ്പോൾ അതിന് തടസ്സമാകുന്ന കാര്യങ്ങൾക്കെതിരെയൊക്കെ അവർ സമരം ചെയ്യും. സമരം ചെയ്യാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജീവിക്കാൻ അവസരമില്ലാത്ത സമയത്ത് അതിനെതിരെ സമരം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് ലാൻഡ് റൈറ്റ് ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ട്. ഏത് ട്രൈബൽ സമരം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും അതിനകത്ത് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരിക്കും? ലാൻഡ് റൈറ്റ് ആയിരിക്കും. അവര് കാലങ്ങളായിട്ട് ട്രഡീഷണൽ ആയിട്ട് ജീവിച്ചു വന്ന ഭൂമിയിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു? ഒന്നുകിൽ അവരെ പുറത്താക്കുന്നു, അല്ലെങ്കിൽ ലാൻഡിന്റെ ഓണർഷിപ്പ് നിന്ന് പുറത്താക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് പ്രൊജക്ട് വരുന്ന സമയത്ത്, മൈനിങ് പോലെയുള്ള പ്രൊജക്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡിഫോറസ്റ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ എന്താകുന്നു? വലിയ ട്രൈബൽ വിഭാഗങ്ങളെ അവരുടെ ഭൂമിയിൽ നിന്ന് പുറത്താക്കുന്നു. അപ്പം ഭൂമിയുടെ
ഭൂമിയുടെ അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഇവർ സമരം ചെയ്യുന്നത്. ലാൻഡ് റൈറ്റ് എന്ന ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, വ്യത്യസ്ത കാരണങ്ങളാൽ ഇവരെ ഈ ഭൂമി, ഇവരുടെ ഭൂമിയിൽ നിന്ന് ഇവരുടെ മാറ്റി നിർത്തുന്നുണ്ട്. ഒന്ന് ഡെവലപ്മെന്റ് പ്രൊജക്റ്റ് ആണ്, വികസനം വരുന്ന സമയത്ത് എന്തുണ്ടാകും, ഇവരെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റി നിർത്തും. രണ്ടാമത് ഡിഫോറസ്റ്റേഷൻ, വ്യാപകമായിട്ട് നടക്കുന്ന ഈ വനം വെട്ടി നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഡിഫോറസ്റ്റേഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവരെ ഈ ഭൂമിയിൽ നിന്ന് പുറത്താക്കും. അപ്പം വലിയ ട്രൈബൽ വിഭാഗങ്ങളെയൊക്കെ ഇവരുടെ ഭൂമിയിൽ നിന്ന് പുറത്താക്കുന്നത്. അപ്പം ഇവരെന്ത് ചെയ്യും, ഈ ലാൻഡ് ഓണർഷിപ്പ് റൈറ്റിന് വേണ്ടിയിട്ട്, ഇപ്പം എന്റെ ഭൂമിയിൽ നിന്ന് എന്നെ പുറത്താക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ നിന്ന് നമ്മളെ പുറത്താക്കാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് അവരോട് പറയാൻ പറ്റുന്ന ഒരു മറുപടി ഉണ്ടെന്ന്, എന്റെ ഭൂമിയിൽ എനിക്ക് അവകാശങ്ങളുണ്ട്, എനിക്ക് റൈറ്റ് ഉണ്ട്, എനിക്ക് ഉടമസ്ഥാവകാശമുണ്ട്. ഈ സംഭവം ട്രൈബൽസിന് ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും സ്വന്തം ഭൂമിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവർ ആദ്യമായിട്ട് എന്ത് ചെയ്യും, ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ഈ ലാൻഡ് ഓണർഷിപ്പ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലാൻഡ് ഓണർഷിപ്പ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദർ ട്രഡീഷണൽ വേ ഓഫ് ലൈഫ്. പാരമ്പര്യമായിട്ട് ഞങ്ങൾ എങ്ങനെയാണോ ജീവിച്ചു വന്നത് ആ രൂപത്തിൽ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭൂമിയിൽ ഓണർഷിപ്പ് തരണം, ഭൂമിയുടെ ഉടമസ്ഥാവകാശം തരണം. ഇതാണ് ലാൻഡ് റൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഏത് ട്രൈബൽ മൂവ്മെന്റ് ആണെങ്കിലും, ഇനി നിങ്ങൾക്ക് ട്രൈബൽ മൂവ്മെന്റിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ട്രൈബൽ മൂവ്മെന്റിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. ലാൻഡ് റൈറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. രണ്ടാമത്തത് ഏകദേശം ഒന്നാമത്തെ ലാൻഡ് റൈറ്റിനോട് ചേർന്ന് വരുന്ന തന്നെയാണ് ഓട്ടോണമി ആൻഡ് സെൽഫ് ഗവേണൻസ്. ഇപ്പൊ നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ട്രൈബൽസിന് അവരുടേതായിട്ടുള്ള ചില നിയമങ്ങൾ ഉണ്ടാകും, അവരുടേതായിട്ടുള്ള ചില കൺട്രോളുകൾ ഉണ്ടാകും. അപ്പൊ അവരുടെ കിൻഷിപ്പ് സിസ്റ്റം ആണെങ്കിലും മറ്റൊക്കെ അവരുടേതായിട്ടുള്ള ചില സിസ്റ്റം ഉണ്ടാകും. അതിന് വേണ്ടിയിട്ട്, അത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സമരങ്ങൾ അവർ നടത്താറുണ്ട്. അപ്പോൾ അത് കൾച്ചറൽ ആയിരിക്കും. ഇപ്പൊ അതിനകത്ത് പറയുന്നുണ്ട്, മൂവ്മെന്റ്സ് അഡ്വക്കേറ്റ് ഫോർ സെൽഫ് ഗവേണൻസ് മോഡൽ ദാറ്റ് റെസ്പെക്ട് ദെയർ കൾച്ചറൽ പ്രാക്ടീസസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. അവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന അവരുടെ കൾച്ചറൽ പ്രാക്ടീസസിനെ അങ്ങനെ തന്നെ നിലനിർത്തുക. ചിലപ്പം അത് രാജ്യത്തിന്റെ നിയമങ്ങളെക്കാൾ കൂടുതൽ അവരുടെ കൾച്ചറൽ പ്രാക്ടീസ് എങ്ങനെയാണോ ആ രൂപത്തിൽ തന്നെ അതിനെ നിലനിർത്താൻ പറ്റുന്ന രൂപത്തിലാണ് എന്തുണ്ടാകുന്നത്, ഈ ഓട്ടോണമി ആൻഡ് സെൽഫ് ഗവേണൻസ് ഉണ്ടാവുക. സ്വയം പര്യാപ്തരായിട്ടുള്ള ജനങ്ങളായിരിക്കും ട്രൈബൽസ്. അവർക്ക് അവരുടെ ഈ ഗോത്രത്തിന്റെ തലവൻ ഉണ്ടാകും, അവര് പറയുന്നതിനനുസരിച്ചാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ നടക്കുക, അവരുടെ കൾച്ചറും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെയാണ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് എന്തുണ്ടാകും, ഈ പലപ്പോഴും ട്രൈബൽ മൂവ്മെന്റുകൾ ഉണ്ടാവാറുണ്ട്. ഇത്തരം റൈറ്റുകൾ അനുവദിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ, ഭരണകൂടം അനുവദിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ അതിനെതിരെ സമരങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം രണ്ട് കാര്യങ്ങൾ പഠിച്ചു, ഒന്ന് ലാൻഡ് റൈറ്റ് ആണ്, രണ്ടാമത്തെ ഓട്ടോണമി ആൻഡ് സെൽഫ് ഗവേണൻസ്. മറ്റൊന്ന് കൺസർവേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. അതായത് ഈ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സമരത്തിന്റെ ഭാഗമാണെന്ത്, ഈ ട്രൈബൽ പീപ്പിൾ എപ്പോഴും എൻവയോൺമെന്റുമായിട്ട് ചേർന്നിട്ടായിരിക്കും അവർ ജീവിക്കുന്നുണ്ടാവാം. ഡീപ് കണക്ഷൻ ടു ദെയർ എൻവയോൺമെന്റ്. ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഹാവ് എ ഡീപ് കണക്ഷൻ ടു ദെയർ എൻവയോൺമെന്റ്. അതായത് ആ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പരിസ്ഥിതി ആവണമെന്നില്ല, അവരുടെ ഒരു അന്തരീക്ഷം, അറ്റ്മോസ്ഫിയറുമായിട്ട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ അവിടേക്ക് ഏത് രൂപത്തിലുള്ള എക്സ്റ്റേണൽ പ്രാക്ടീസസ് വന്നാലും ഇവരത് ബാധിക്കും. അപ്പോൾ അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാണ്, ഒരു ഡെവലപ്മെന്റ് പ്രൊജക്ട് വരുന്നു. ഇപ്പൊ നമ്മൾ നർമ്മദ ബച്ചാവൊക്കെ പഠിച്ചില്ല, ഒരു ഡാം നിർമ്മിക്കുന്നു. ഡാം നിർമ്മിക്കുമ്പോൾ ഈ ഫോറസ്റ്റിനകത്ത് ജീവിക്കുന്ന ട്രൈബൽസിനോടൊക്കെ പിരിഞ്ഞു പോകാൻ പറയുന്നു, അവിടുന്ന് നാടോട്ട് പോകാൻ പറയുന്നു. ഇങ്ങനെ പറയുന്ന സമയത്ത് ഇവരുടെ ട്രഡീഷണൽ ലൈഫ് സ്റ്റൈൽസ് ആൻഡ് ഇക്കോളജിക്കൽ ബാലൻസ് എന്ത് ചെയ്യും, അതിന് പ്രശ്നമാണ്. ഡിഗ്രഡേഷൻ ഓഫ് ട്രഡീഷണൽ ലൈഫ് സ്റ്റൈൽസ് ആൻഡ് ഇക്കോളജിക്കൽ ബാലൻസ്. ഇവിടെ നമുക്ക് ഇത്രയേ ഉള്ളൂ. കൺസർവേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നിടത്ത് ട്രൈബൽ കമ്മ്യൂണിറ്റികൾ അൺസസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രാക്ടീസസ് വന്നു കഴിഞ്ഞാൽ അത് എന്തിനെ ബാധിക്കും, എൻവയോൺമെന്റിനെ ബാധിക്കും. എൻവയോൺമെന്റിനെ ബാധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് താമസിക്കുന്ന ട്രൈബൽസിനെ ബാധിക്കും. അപ്പം ഈ ഡെവലപ്മെന്റ് പ്രൊജക്ട് വരുന്ന സമയത്തൊക്കെ ഇവരെന്ത് ചെയ്യും, അതിനെതിരെയുള്ള മൂവ്മെന്റുകൾ, ട്രൈബൽ മൂവ്മെന്റുകൾ രൂപപ്പെട്ടു വരാറുണ്ട്. അപ്പം നർമ്മദയിൽ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ രാജ്യത്ത് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് പ്രൊജക്ടുകൾക്കൊക്കെ, സൈലന്റ് വാലി അടക്കമുള്ള സമരങ്ങളിലൊക്കെ ഇതുണ്ടായിരുന്നല്ലോ. അപ്പം ഈ ഡെവലപ്മെന്റ് പ്രൊജക്ടിനകത്ത് എന്തെങ്കിലും രൂപത്തിൽ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന, ട്രഡീഷണൽ ആയിട്ട് അവരുടെ കൾച്ചറിനെ ബാധിക്കുന്ന, അവരുടെ ജീവിത രീതിയെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെതിരെ എന്തുണ്ടാകും, ഇവിടെ ട്രൈബലിന്റെ മൂവ്മെന്റുകൾ ഉണ്ടാകും. ദെൻ സോഷ്യൽ ജസ്റ്റിസ്. ബാക്കിയുള്ള ആളുകളൊക്കെ പരിഗണിക്കുന്നത് പോലെ മനുഷ്യരായിട്ട് പോലും പലപ്പോഴും ഗോത്ര വിഭാഗക്കാരെ പരിഗണിക്കാറില്ല. അതായത് അവർ പലപ്പോഴും ഡിസ്ക്രിമിനേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, ഫേസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, ഇതാണ് സോഷ്യൽ ജസ്റ്റിസിനകത്ത് വരേണ്ടത്.
സോഷ്യൽ ഇൻജസ്റ്റിസ് അനുഭവിക്കുന്നു. പലപ്പോഴും എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ഈ ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ഇപ്പം നമുക്ക് പ്രൈമറി ഹെൽത്ത് കെയർ ഉണ്ട്, പ്രൈമറി എഡ്യൂക്കേഷൻ വലിയ സംഭവമാണ്, ഹ്യൂമൻ റൈറ്റ് വലിയ സംഭവമാണെന്നൊക്കെ പറയുമ്പോൾ പോലും ഇതിനകത്ത് ജീവിക്കുന്ന ട്രൈബൽസിന് ഇതൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് ഇവർക്ക് ഇതൊന്നും കിട്ടുന്നില്ല, ഇവർക്ക് പ്രൈമറി ഹെൽത്ത് കെയർ കിട്ടുന്നില്ല, പ്രൈമറി എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല, ഹ്യൂമൻ റൈറ്റിന്റെ ഒരു തരത്തിലുള്ള അവകാശങ്ങൾ ഇവർക്ക് കിട്ടുന്നില്ല. സ്വാഭാവികമായിട്ടും അവരുടെ മൂവ്മെന്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉയർന്നു വരുന്ന ഒരു കാര്യം സോഷ്യൽ ജസ്റ്റിസ് ആയിരിക്കും. സാമൂഹ്യ നീതി, നിങ്ങളെ പരിഗണിക്കുന്നത് പോലെ, ജനങ്ങളെ പരിഗണിക്കുന്ന പോലെ, മനുഷ്യരെ പരിഗണിക്കുന്ന പോലെ ഞങ്ങളെയും പരിഗണിക്കണം. ഇതാണ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. എന്തൊക്കെ ഇഷ്യൂസ് ആണ് ട്രൈബൽ മൂവ്മെന്റിനകത്ത് വരിക? അപ്പൊ എന്താണ് ട്രൈബൽ മൂവ്മെന്റ്? ട്രൈബൽ മൂവ്മെന്റ് ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്തൊക്കെയാണ്? ഒന്ന് ലാൻഡ് റൈറ്റ് ആണ്, രണ്ടാമത്തെ ഓട്ടോണമി ആൻഡ് സെൽഫ് ഗവേണൻസ് ആണ്, പിന്നെ മൂന്നാമത് നമ്മൾ പറയുന്നത് കൺസർവേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഇവിടെ നിങ്ങൾക്ക് കൺസർവേഷൻ എന്ന വാക്ക് വേണമെങ്കിൽ വെട്ടി ഒഴിവാക്കാം, അതിലൊരു തടസ്സം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡെവലപ്മെന്റ് എന്ന് ചെയ്ത്. ഇപ്പൊ ഡെവലപ്മെന്റ് പ്രൊജക്ടുകൾ എന്ത് ചെയ്യുന്നു, ഇവർ അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് പ്രാക്ടീസസുകൾ, എൻവയോൺമെന്റ് ഡീഗ്രഡേഷൻ ഉണ്ടാക്കുന്നു, അത് ഇവരുടെ ട്രഡീഷണൽ ലൈഫ് സ്റ്റൈലിനെയും ഇക്കോളജിക്കൽ ബാലൻസിനെയൊക്കെ ബാധിക്കുന്നു. ദെൻ സോഷ്യൽ ജസ്റ്റിസ്. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഈ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഇവർ വിധേയമാകുന്നുണ്ട് ട്രൈബൽസ്. അപ്പം ഈ വിധേയമാകുന്നതിനെതിരെ അവരെന്ത് ചെയ്യും, ഇതൊരു സമരത്തിന്റെ പാർട്ടായിട്ട് വരാം, ഹൈലൈറ്റ് ആയിട്ടുള്ള ഇഷ്യൂ ആയിട്ട് വരാം. ഈ പ്രധാനപ്പെട്ട ഇഷ്യൂസ് ആണ് ട്രൈബൽ മൂവ്മെന്റ് എന്തിനു വേണ്ടി നടക്കുന്നു എന്നുള്ളതിന്റെ ഉത്തരം. ദെൻ ഇനി ഇതിന്റെ ഒരു നേച്ചർ എങ്ങനെയായിരിക്കും, അതാണ് ശരിക്കും ക്വസ്റ്റിന്റെ കോർ പാർട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ ഇഷ്യൂസ് ആണ്, അതായത് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്താണ് ട്രൈബൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞു, ദെൻ അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് നേച്ചർ ഓഫ് ട്രൈബൽ മൂവ്മെന്റ്, അതിന്റെ സ്വഭാവം എന്താണ്. ഇതാണ് ശരിക്കും ക്വസ്റ്റിന്റെ കോർ പാർട്ട്. ആ കോർ പാർട്ടിനകത്ത് നമുക്ക് 4 കാര്യങ്ങളാണ് വരാനുള്ളത്. ഒന്ന്, ഗ്രാസ് റൂട്ട് മൊബിലൈസേഷൻ, ട്രഡീഷണൽ ലീഡർഷിപ്പ്, കണക്ഷൻ ടു നേച്ചർ, കൾച്ചറൽ എക്സ്പ്രഷൻ. ഇതിന്റെ സബ് ഹെഡിങ്ങുകൾ മാത്രം പഠിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഗ്രാസ് റൂട്ട് മൊബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏറ്റവും റൂട്ട് ലെവൽ, ദ മൂവ്മെന്റ്സ് ഓഫൻ എമേർജ്ഡ് ഫ്രം ദ ഗ്രൗണ്ട് അപ്പ്, അതായത് ഏറ്റവും റൂട്ട് ലെവലിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, സമരങ്ങൾ ഉയർന്നു വരിക. അപ്പോൾ ഇവരെല്ലാവരും എന്തായിരിക്കും, വി ഫീലിംഗ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അതുപോലെ ടുഗദർനെസ് എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് പോലെ ഇവരെല്ലാവരും ഒരുമിച്ചുകൊണ്ട് ഏറ്റവും റൂട്ട് ലെവലുള്ള വിഷയങ്ങൾ വരെ ഉയർത്തിക്കൊണ്ടിട്ടാണ് സമരങ്ങൾ വരിക. ഗ്രാസ് റൂട്ട് മൊബിലൈസേഷൻ, ദ മൂവ്മെന്റ് ഓഫൻ എമേർജ്ഡ് ഫ്രം ദ ഗ്രൗണ്ട് അപ്പ്. അതുപോലെ ഇതിനകത്ത് ഏറ്റവും അടിത്തട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങൾ വരെ എന്ത് ചെയ്യും, ഇതിനകത്ത് ഉയർത്തിക്കൊണ്ടുവരും. അതാണ് ഗ്രാസ് റൂട്ട് മൊബിലൈസേഷൻ എന്ന് പറയുന്നത്. ട്രഡീഷണൽ ലീഡർഷിപ്പ്, ഇവരുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്, ഇതിന് ഓൾറെഡി ഈ സമരത്തിന്റെ ട്രൈബൽ ലീഡേഴ്സ് ഉണ്ടാകും. നേരത്തെ പറഞ്ഞ ഗോത്ര തലവന്മാർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പിരിച്വൽ ഫിഗേഴ്സ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഈ കമ്മ്യൂണിറ്റിയെ ലീഡ് ചെയ്യുന്നത്, ഈ സമരങ്ങളെയൊക്കെ ലീഡ് ചെയ്യുന്നുണ്ടാവും. ഇവര് പറയുന്നതിനനുസരിച്ചാണ് അത് നടക്കുക. ദെൻ കണക്ഷൻ ടു നേച്ചർ, ഇവരെപ്പോഴും എന്തായിരിക്കും, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇവർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടി ഇത്രയധികം സംസാരിക്കുന്നത് എന്തിനാണ്, ഇവർക്ക് വലിയ രൂപത്തിൽ ഇൻഡെപ്ത് ആയിട്ട് എൻവയോൺമെന്റൽ കൺസർവേഷനിൽ താല്പര്യമുള്ളതുകൊണ്ട് മാത്രമല്ല, ഇവരുടെ താമസ ഇടങ്ങൾ, വാസസ്ഥലങ്ങൾ എന്ന് പറയുന്നത് എൻവയോൺമെന്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ എൻവയോൺമെന്റിനെ ഏറ്റവും കൃത്യമായിട്ട് പരിപാലിക്കുക എന്ന് പറയുന്നത് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ട ആയിരിക്കും. നമ്മുടെ വീട് എന്ന് പറയുന്നത്, ആ വീട് ആണല്ലോ നമ്മുടെ ഏറ്റവും നിലനിൽപ്പിന്റെ ആധാരം. അപ്പൊ അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെതിരെ സമരം ചെയ്യില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഇവരെപ്പോഴും എന്തായിരിക്കും, ഈ എൻവയോൺമെന്റുമായിട്ട് വലിയ രൂപത്തിൽ കണക്റ്റഡ് ആയിരിക്കും. ദെൻ കൾച്ചറൽ എക്സ്പ്രഷൻസ്, ഇവരുടെ സിമ്പിൾസ്, റിച്വൽസ്, ഇതൊക്കെ എപ്പോഴും എന്ത് ചെയ്യും, വലിയ രൂപത്തിലേക്ക് പുറത്തു വരും. അത് ഈ സമരങ്ങളിലൊക്കെ എപ്പോഴും ഉണ്ടാവും. ഈ പാട്ട് പാടിക്കൊണ്ട്, അവരുടെ ആചാരങ്ങൾ, കലാരൂപങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട്, കൈകൊട്ടിക്കൊണ്ട്, പാട്ട് പാടിക്കൊണ്ട്, അവരുടെ സിമ്പലുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അവരുടെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്, ഇങ്ങനെയാണ് സമരങ്ങൾ ഉണ്ടാവുക. സമരത്തിന്റെ നേച്ചർ എന്ന് പറയുന്നത് തന്നെ അതാണ്. ഇപ്പം ഇന്ന വിഭാഗക്കാരുടെ സമരം എന്ന് പറയുമ്പോൾ അവരുടെ ആചാരങ്ങൾ, ആ ആചാരങ്ങൾ അങ്ങനെ തന്നെ കൊണ്ടുവന്നുകൊണ്ട് അതിനെ സമര രീതിയാക്കി അവർ മാറ്റും. ചില ആളുകൾ പാട്ട് പാടും, ചില ആളുകൾ ഡാൻസ് ചെയ്യും, ചില ആളുകൾ അവരുടെ ഈ ട്രഡീഷണൽ പ്രാക്ടീസസുകളായിട്ടുള്ള പല ആചാരങ്ങൾ ഉണ്ടാക്കും, ചില ആളുകൾ ചില വോയിസുകൾ ഉണ്ടാക്കും. ഇങ്ങനെ പല രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കൾച്ചറൽ എക്സ്പ്രഷനാണ് ഈ സമരത്തിലേക്ക് കാണാൻ പറ്റുക. അപ്പം ഈ 4 കാര്യങ്ങളാണ് ഏറ്റവും കോർ പാർട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഗ്രാസ് റൂട്ട് മൊബിലൈസേഷൻ, ട്രൈബൽ മൂവ്മെന്റ്സ് ഓഫൻ എമേർജ്ഡ് ഫ്രം ദ ഗ്രൗണ്ട് അപ്പ്, ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ സമരങ്ങൾ രൂപപ്പെട്ടു വരുന്നത്. ട്രഡീഷണൽ ലീഡർഷിപ്പ്, ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ട്രഡീഷണൽ ലീഡേഴ്സ് ഉണ്ടാകും. ദെൻ കണക്ഷൻ ടു നേച്ചർ, ഇവരെല്ലാ സമയത്തും എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ബാധിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താണ്, ആ റിസോഴ്സുമായിട്ട്, എൻവയോൺമെന്റൽ റിസോഴ്സുമായിട്ട് ഏറ്റവും അധികം മിങ്കിളായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗമായിരിക്കും ഇവര്. ദെൻ കൾച്ചറൽ എക്സ്പ്രഷൻ,
കൾച്ചറൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരുടെ സമരത്തിനകത്തൊക്കെ എന്തുണ്ടാകും? ഇവരുടെ കൾച്ചറിനെ പരമാവധി എക്സ്പ്രസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. അത് പാട്ടായിട്ടും ഡാൻസ് ആയിട്ടും മറ്റൊക്കെ അവർ ചെയ്യും. ദെൻ ഇവർ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്താണ്? ഈ സമരം നേരിടുന്ന വെല്ലുവിളികൾ നമുക്ക് ഓൾറെഡി അറിയാം. മൂന്ന് കാര്യങ്ങളാണ്. മാർജിനലൈസേഷൻ. ഇവരെന്ത് ചെയ്യും? ചരിത്രപരമായിട്ട് തന്നെ ഇവരുടെ സമരങ്ങളെ മറ്റൊന്നും ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. മാർജിനലൈസ് ചെയ്യപ്പെടുന്ന വിഭാഗമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു മാർജിനലൈസേഷൻ എന്ത് ചെയ്യുന്നു? ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് പോളിസീസ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ പല പോളിസികളും ഈ റിസോഴ്സ് എക്സ്ട്രാക്ഷൻ പോലെയുള്ള ട്രൈബൽ റൈറ്റിനെതിരെയുള്ള പോളിസികളാണ് പലപ്പോഴും ഗവൺമെന്റ് ഉണ്ടാക്കുക. ഗവൺമെന്റ് എല്ലാവർക്കും വേണ്ടി പോളിസി ഉണ്ടാക്കും. അപ്പൊ ഈ കാടിനകത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം പ്ലേസുകളിൽ ജീവിക്കുന്ന ട്രൈബൽസിനെ പലപ്പോഴും എന്ത് ചെയ്യാറില്ല? പോളിസി മേക്കിങ്ങിൽ പരിഗണിക്കാറില്ല. മീഡിയ റെപ്രസെന്റേഷൻ, പുറത്തുനിന്നുള്ള ഒരു എക്സ്റ്റേണൽ മീഡിയ റെപ്രസെന്റേഷൻ ഇവർക്ക് ഉണ്ടാവില്ല. മെയിൻ സ്ട്രീം മീഡിയകളിലൊന്നും ഇവരുണ്ടാവില്ല. ചാനൽ ചർച്ചകളിൽ ഇവരുണ്ടാവില്ല. അതുപോലെ തന്നെ ഇവരുടെ വോയിസുകൾക്ക് പ്രസക്തി ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും ഇവരെന്ത് ചെയ്യും? മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗമായിട്ട് പെരുമാറും. അപ്പം മാർജിനലൈസേഷൻ, ഗവൺമെന്റ് പോളിസീസ് ആൻഡ് മീഡിയ റെപ്രസെന്റേഷൻ, ഇതാണ് നിലവിൽ ഈ സമരം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പം ഇതിന് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. എന്താണ് ട്രൈബൽ മൂവ്മെന്റ്, എന്താണ് സോഷ്യൽ മൂവ്മെന്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വലിയ രൂപത്തിൽ ഇത്തരത്തിലുള്ള മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റികളുടെ സമരങ്ങൾ നടക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ കൺക്ലൂഷൻ പാർട്ടിൽ എഴുതേണ്ടത്. ട്രൈബൽ മൂവ്മെന്റ്സ് ഇന്ത്യയിൽ നിരന്തരമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇതിനകത്ത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഗവൺമെന്റുമായിട്ടും അതുപോലെ തന്നെ മറ്റുള്ള കോർപ്പറേറ്റുമായിട്ടൊക്കെ കലഹിച്ചുകൊണ്ട് തന്നെ ട്രൈബൽ മൂവ്മെന്റുകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതൊരു സോഷ്യൽ മൂവ്മെന്റ് ആയിട്ടാണ് എപ്പോഴും മാറാറുള്ളത്. ഇതൊക്കെ ജസ്റ്റ് അതിനകത്ത് കൊടുത്തിട്ട് പിന്നെ എന്താണ് ഇതിന്റെ ഒരു പ്രസക്തി എന്നുള്ളതും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ഒന്നുകൂടെ പറയാം. എന്താണ് സോഷ്യൽ മൂവ്മെന്റിന്റെ കോൺസെപ്റ്റ് ആണ് ആദ്യം ചോദിക്കുന്നത്. ഇപ്പൊ സോഷ്യൽ മൂവ്മെന്റിന്റെ കോൺസെപ്റ്റ് പറയുന്നിടത്ത് എന്താണ് സോഷ്യൽ മൂവ്മെന്റ്, അതുപോലെ തന്നെ എന്തൊക്കെ ഇഷ്യൂസ് ആണ് അത് അഡ്രസ് ചെയ്യുന്നത്, ദെൻ എങ്ങനെയാണ് അതിന്റെ രീതി ഉണ്ടാവുക, സോഷ്യൽ മൂവ്മെന്റിന്റെ രീതി. അവിടെയാണ് നമ്മൾ നോൺ വയലന്റ് പ്രൊട്ടസ്റ്റും ഡെമോൺസ്ട്രേഷനും പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻ ഒക്കെ പറഞ്ഞത്. ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഷെയർഡ് ഗോൾസ് ഉണ്ട്, ഉണ്ട്, സോഷ്യൽ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് മൂവ്മെന്റ് നടക്കുന്നത്. കളക്റ്റീവ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണ്. ഷെയർഡ് ഗോൾസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ ഉണ്ടാകും. ദെൻ എന്താണ് ട്രൈബൽ മൂവ്മെന്റ്? ട്രൈബൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് ആസ് എ സോഷ്യൽ മൂവ്മെന്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. സ്പെഷ്യലി ട്രൈബൽ മൂവ്മെന്റ് ഉയർത്തിപ്പിടിക്കുന്നത് എന്താണ്? ഈ മാർജിനലൈസേഷൻ പോലെയുള്ള ഈ സൊസൈറ്റിയുടെ, ട്രൈബൽ സൊസൈറ്റിയുടെ മാർജിനലൈസേഷനെയാണ് പ്രധാനമായിട്ടും വരുന്നത് ചെയ്യുന്നത്, ഉയർത്തിപ്പിടിക്കുന്നത്. അതിൽ ഹൈലൈറ്റ് ചെയ്യുന്ന 4 ഇഷ്യൂസ്. അതൊന്ന് ലാൻഡ് റൈറ്റ് ആണ്, രണ്ടാമത്തെ ഓട്ടോണമി ആൻഡ് സെൽഫ് ഗവേണൻസ് ആണ്, മൂന്നാമത്തെ ഡെവലപ്മെന്റ് ആണ്, നാലാമത്തെ സോഷ്യൽ ജസ്റ്റിസ് ആണ്. ഇതൊക്കെയാണ് ട്രൈബൽ സമരങ്ങളിൽ ഏറ്റവും ഉയർന്നു കേൾക്കാറുള്ള 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നേച്ചർ എന്ന് പറയുന്നത് ഗ്രാസ് റൂട്ടിൽ നിന്ന് തന്നെ തുടങ്ങുന്നുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടാകുന്നുണ്ട്. നേച്ചറുമായിട്ട് പലപ്പോഴും നല്ല രൂപത്തിലുള്ള കണക്ഷൻസ് ഉണ്ട്. ദെൻ കൾച്ചറൽ എക്സ്പ്രഷൻസ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതാണ് അവരുടെ സമരങ്ങളുടെ നേച്ചർ എന്ന് പറയുന്നത്. ദെൻ അത് ചലഞ്ചസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മാർജിനലൈസേഷൻ. അവരെല്ലാ കാലത്തും എന്താണ്? ഹിസ്റ്റോറിക്കൽ മാർജിനലൈസേഷൻ എന്നാണ് പറയുന്നത്. എല്ലാ കാലത്തും ഈ മാർജിനലൈസേഷൻ അവർ അനുഭവിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് പോളിസീസ്, ഗവൺമെന്റ് ഉണ്ടാക്കുന്ന പല പോളിസികളും ഇവർക്കെതിരായിട്ടാണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത്? കോൺഫ്ലിക്റ്റ് ആയിട്ടാണ് വരുന്നത്. ദെൻ മീഡിയ റെപ്രസെന്റേഷൻ വളരെ കുറവാണ്. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് എഴുതേണ്ടത്. രണ്ടാമത്തെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എത്നിക് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ. വ്യത്യസ്ത തരം എത്നിക് മൂവ്മെന്റ് ടൈപ്പ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇവിടെ ചിലപ്പോൾ എന്ത് ചെയ്യും? ടൈപ്സ് ഓഫ് ട്രൈബൽ മൂവ്മെന്റ് അല്ലെങ്കിൽ എത്നിക് മൂവ്മെന്റ് എന്ന് ചോദിക്കുന്നതിനേക്കാളും ഇവിടെ ചോദിച്ചിട്ടുള്ളത് കൈൻഡ്സ് ഓഫ് എത്നിക് മൂവ്മെന്റ് ആണ്, വ്യത്യസ്ത തരം എത്നിക് മൂവ്മെന്റുകൾ. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് സോഷ്യൽ മൂവ്മെന്റ്, എന്താണ് ട്രൈബൽ മൂവ്മെന്റ്, എത്നിക് മൂവ്മെന്റ് എന്നുള്ളതൊക്കെ, എത്നിക് മൂവ്മെന്റ് എന്ന് പറയുന്നത് തന്നെയാണ് ട്രൈബൽ മൂവ്മെന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ വിശദീകരിക്കണം. ഇത്തരം കമ്മ്യൂണിറ്റികളുടെ, ഈ മാർജിനലൈസ് ചെയ്യപ്പെട്ട കമ്മ്യൂണിറ്റികൾ ഉണ്ടാകുന്ന മൂവ്മെന്റുകൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യയിൽ എന്തുണ്ട്? ഒരു വളരെ വൈബ്രന്റ് ആയിട്ടുള്ള, ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു എത്നിക് ലാൻഡ് സ്പേസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് എന്ത് പറയാം? ഒരു ന്യൂമറസ് കമ്മ്യൂണിറ്റീസ്, ഒരുപാട് കമ്മ്യൂണിറ്റികൾ ഇതിനകത്തുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വളരെ വൈവിധ്യമാണ്. അതിനകത്ത് ഒരുപാട് കമ്മ്യൂണിറ്റികളുണ്ട്. അപ്പോൾ ചില കമ്മ്യൂണിറ്റികളുടെ കൾച്ചറൽ ഐഡന്റിറ്റി, ചിലരുടെ ലാംഗ്വേജ്, ചിലരുടെ ട്രഡീഷൻ, ഇതിനൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ ചെറിയ ചെറിയ കമ്മ്യൂണിറ്റികൾ നടത്തുന്ന സമരങ്ങൾ ഉണ്ടാകും. ആ സമരങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എത്നിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ.
These groups have faced challenges and aspirations that have fueled a variety of ethnic movements. ഏതൊക്കെ എത്നിക് മൂവ്മെന്റുകൾ, ഏതൊക്കെ തരം എത്നിക് മൂവ്മെന്റുകളാണ് നടന്നത് എന്നാണ് നമ്മൾ ഇനി ഇവിടെ പരിശോധിക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്നിക് മൂവ്മെന്റ്, ട്രൈബൽ മൂവ്മെന്റ്, സോഷ്യൽ മൂവ്മെന്റിനൊക്കെ ഡെഫിനിഷൻ ഇൻട്രൊഡക്ഷനിൽ തന്നെ കൊണ്ടുവന്നുകൊണ്ട് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്നവിടെ പറഞ്ഞു വെക്കാം. എന്നിട്ട് നമുക്ക് വ്യത്യസ്ത ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ തന്നെ എന്ത് ചെയ്യുക, കൈൻഡ്സ് ഓഫ് എത്നിക് മൂവ്മെന്റ് ഇത് എടുത്ത് എഴുതാം. ഇത് താഴേക്ക് എടുത്ത് എഴുതിയിട്ട് ഇവിടെ നമുക്കൊന്ന് ലിംഗ്വിസ്റ്റിക് മൂവ്മെന്റ്. ലിംഗ്വിസ്റ്റിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരങ്ങളാണ്, അല്ലെ? ഭാഷാ സമരങ്ങൾ ഇന്ത്യയിൽ ഒരുപാട് നടന്നിട്ടുണ്ട്. ഇപ്പം മലയാളം സംസാരിക്കുന്ന ആളുകൾ, തമിഴ് സംസാരിക്കുന്ന ആളുകൾ, കന്നഡ സംസാരിക്കുന്ന ആളുകൾ, ഇങ്ങനെ ഓരോ ഭാഷാടിസ്ഥാനത്തിലാണ് നമ്മുടെ സ്റ്റേറ്റ് തന്നെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ വലിയ മൂവ്മെന്റുകൾ നടന്നിട്ടുണ്ട്. ദ മൂവ്മെന്റ് ക്യാമ്പയിൻ പ്രിസർവേഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് നേറ്റീവ് ലാംഗ്വേജസ്. ഓരോരുത്തരുടെയും പ്രാദേശിക ഭാഷയെ ഏറ്റവും നന്നായിട്ട് സംരക്ഷിക്കാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ട് നടന്നിട്ടുള്ള സമരങ്ങൾ, അതിനാണ് ലിംഗ്വിസ്റ്റിക്സ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. എത്നിക് മൂവ്മെന്റിലെ ഒന്നാമത്തെ ഏരിയ ആണത് ലിംഗ്വിസ്റ്റിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്, ഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരങ്ങൾ. അപ്പം ഈ തമിഴ്നാട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സമരങ്ങൾ ഇതിന്റെ ഭാഗം തന്നെയാണ്. ദേ അഡ്വക്കേറ്റ് ഫോർ ദ ഒഫീഷ്യൽ റെക്കഗ്നിഷൻ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സെപ്പറേറ്റ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ് ആൻഡ് അലോക്കേഷൻ ഓഫ് റിസോഴ്സ് ഫോർ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് അവർ മുന്നോട്ട് വെക്കുന്ന കാര്യം ഒഫീഷ്യൽ റെക്കഗ്നൈസേഷൻ ആണ്. അതായത് ഒഫീഷ്യലായിട്ട് എന്ത് ചെയ്യണം, ഇപ്പൊ ക്ലാസിക് ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ലാംഗ്വേജുകൾ ഇപ്പൊ മലയാളമൊക്കെ അതിനകത്ത് ചേർന്നല്ലോ. അപ്പം ഇത്തരത്തിലുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള റെക്കഗ്നിഷൻ അവരുടെ പ്രാദേശിക ഭാഷയ്ക്ക് കിട്ടണം. രണ്ടാമത്തത് ഒരു ഭാഷാടിസ്ഥാനത്തിലുള്ള സ്റ്റേറ്റുകൾ ഉണ്ടാകണം. സംസ്ഥാനങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഭാഷാടിസ്ഥാനത്തിൽ വിഭജിക്കണം. ഇപ്പം ഒരു സ്ഥലത്ത് ഒരു ഭാഷ മാത്രം സംസാരിക്കുന്ന കുറെ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ആ സ്ഥലം മാത്രമായിട്ട് എന്ത് ചെയ്യണം, ഒരു ജില്ലയായിട്ടോ ഒരു സ്റ്റേറ്റ് ആയിട്ടോ പ്രഖ്യാപിക്കണം. ഇതുപോലെ തന്നെ റിസോഴ്സ്, ഇതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള, ലാംഗ്വേജ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സുകൾ എന്ത് ചെയ്യണം, പരമാവധി അലോട്ട് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ലിംഗ്വിസ്റ്റിക്സ് മൂവ്മെന്റിനകത്ത് നടക്കുന്നത്. ദ്രവീഡിയൻ മൂവ്മെന്റ് എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മൂവ്മെന്റുകൾ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. നമ്മൾ വിശദീകരിക്കാൻ നിൽക്കേണ്ട, ജസ്റ്റ് എന്ത് ചെയ്യാം, ദ്രാവിഡിയൻ മൂവ്മെന്റിന് ഇതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. ലിംഗ്വിസ്റ്റിക്സ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഭാഷ നിലനിർത്താൻ, അവരുടെ പ്രാദേശിക ഭാഷ, മാതൃഭാഷയെ എല്ലായിടത്തേക്കും പ്രൊമോട്ട് ചെയ്യാനും അതിനെ കൃത്യമായിട്ട് നിലനിർത്താനും വേണ്ടിയിട്ട് നടത്തുന്ന സമരങ്ങളാണ് ലിംഗ്വിസ്റ്റിക്സ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ ട്രൈബൽ മൂവ്മെന്റ്. എത്നിക് മൂവ്മെന്റ് എന്ന് പറയുന്നത് ടോട്ടലാണ്. ട്രൈബൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒറ്റ ഏരിയയിലേക്ക്, ഗോത്രങ്ങളിലേക്ക് മാത്രം വരുന്നു. എത്നിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളും അതിനകത്ത് ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇനി ട്രൈബൽ മൂവ്മെന്റ്സ്. ട്രൈബൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ എത്നിക് മൂവ്മെന്റിൽ തന്നെയുള്ള ഒരു ഭാഗമാണ് ട്രൈബൽ മൂവ്മെന്റ്. എന്താണ് ട്രൈബൽ മൂവ്മെന്റ് എന്നുള്ളത് നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം എടുത്ത് എഴുതുക, അത് മുഴുവനായിട്ടും ഇവിടെ എഴുതണ്ട. ട്രൈബൽ മൂവ്മെന്റിൽ എന്താണ് പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ചെയ്ത് വരുന്നത്, അതെന്താണ്, അതിന്റെ ഒരു നേച്ചർ എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇവിടെ ബുള്ളറ്റ് പോയിന്റ് ഇടരുത്, ജസ്റ്റ് എന്ത് ചെയ്യുക, എസ് ആയിട്ട് വിശദീകരിച്ചു കൊടുക്കാം. ദെൻ റിലീജിയസ് മൂവ്മെന്റ്, മതപരമായിട്ട് നടക്കുന്ന മൂവ്മെന്റുകൾ. അതിനകത്ത് മൂവ്മെന്റ് ഫോർ പ്രിസർവിങ് ആൻഡ് പ്രൊമോഷൻ ഓഫ് റിലീജിയസ് ട്രഡീഷൻസ്. അതായത് ചില മതങ്ങൾ എന്ത് ചെയ്യാം, കൂടുതലായിട്ട് അതിന്റെ ഡിമാൻഡ് ഫോർ എ സെപ്പറേറ്റ് സിഖ് ഹോംലാൻഡ്, അതായത് ഖാലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു വലിയ സമരം നടന്നിരുന്നെങ്കിൽ, ഖാലിസ്ഥാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സിഖുകാർക്ക് മാത്രം ഒരു രാജ്യം വേണം എന്നായിരുന്നു അവരുടെ വാദം. അപ്പം ഇങ്ങനെയുള്ള റിലീജിയസ്, മതപരമായിട്ടുള്ള ആവശ്യങ്ങൾ, ഇപ്പൊ ഹിന്ദു രാജ്യം എന്ന് പറയുന്നത് എന്താണ്, ഇതുപോലെയുള്ള ഒരു റിലീജിയസ് മൂവ്മെന്റ് ആണ്. ഇതുപോലെ ഖാലിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് സിഖുകാർക്ക് മാത്രം ഒരു രാജ്യം വേണം എന്ന് പറയുന്ന ഒരു സമരം ഉണ്ടായിരുന്നു. അപ്പം സിഖ് മതത്തിനെ പ്രൊമോട്ട് ചെയ്യാനും അതിന്റെ ട്രഡീഷനെ സംരക്ഷിക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, റൈറ്റ്സ് ഓഫ് റിലീജിയസ് മൈനോറിറ്റീസ്, അവർക്ക് സ്വന്തമായിട്ടുള്ള ഐഡന്റിറ്റിയും മറ്റും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന സമരങ്ങൾ. ദെൻ റീജിയണൽ മൂവ്മെന്റ്സ്. റീജിയണൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് പ്രാദേശികമായിട്ടുള്ള സമരങ്ങളാണ്. അതായത് പ്രാദേശികമായിട്ട് സ്വയം ഭരണങ്ങൾ വേണ്ടിയിട്ടുള്ള സമരങ്ങൾ. അതായത് ഓരോ സ്ഥലത്ത് അവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, പുറത്തുനിന്നുള്ള എല്ലാ തരത്തിലുള്ള ഡെവലപ്മെന്റ് പ്രൊജക്ടുകളും മറ്റൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവർക്ക് അവരുടേത് മാത്രമായിട്ടുള്ള ചില ഡിമാൻഡുകൾ ഉണ്ടാവുക. ചില ഇപ്പം കൂർക്ക് ലാൻഡ് എന്ന് പറഞ്ഞ വെസ്റ്റ് ബംഗാളിൽ, അവിടെയും ഇതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ചില ഗൂർഖാസ്, അവർക്ക് മാത്രമായിട്ടുള്ള ചില കൾച്ചറുകൾ, അവർക്ക് മാത്രമായിട്ടുള്ള ചില ലാംഗ്വേജുകൾ, ഇതൊക്കെ മാർജിനലൈസ് ചെയ്യപ്പെട്ട വിഭാഗമാണ്. പക്ഷെ അവരെന്താണ്, ഇപ്പോൾ നാഗാലാൻഡിലെ നാഗാസൊക്കെ പലപ്പോഴും പറയാറുള്ള ഒരു സാധനമാണ്, ഞങ്ങൾക്ക് മാത്രം എന്ത് ചെയ്യണം, ഒരു രാജ്യമാക്കി തരണം. ഇത് ഒരു രാജ്യമാകാനുള്ള എല്ലാ ക്വാളിറ്റിയും ഉണ്ട്. അപ്പം പ്രാദേശികപരമായിട്ട് അതിനെന്ത് ചെയ്യുക, ഒരു സെപ്പറേറ്റ് ആയിട്ട് മാറ്റുക, അതിനാണ് റീജിയണൽ മൂവ്മെന്റ്. മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന മൂവ്മെന്റ്. മതപരമായിട്ടുള്ള മൂവ്മെന്റിനാണ് റിലീജിയസ് മൂവ്മെന്റ് എന്ന് പറയാം.
ട്രൈബൽ മൂവ്മെന്റ് നമുക്ക് ഓൾറെഡി അറിയാം. ദെൻ ലിംഗ്വിസ്റ്റിക്സ് മൂവ്മെന്റ്, അത് ഭാഷാപരമായിട്ട് ഭാഷയെ പ്രൊമോട്ട് ചെയ്യാനും അതിനു വേണ്ടിയിട്ടൊക്കെയുള്ള സമരമാണ് ലിംഗ്വിസ്റ്റിക്സ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ കാസ്റ്റ് ബേസ്ഡ് മൂവ്മെന്റ്, കാസ്റ്റ് ബേസ്ഡ് മൂവ്മെന്റ് നമുക്ക് അറിയാവുന്നതാണ്. ചരിത്രപരമായിട്ട് അപ്പർ കാസ്റ്റും ലോവർ കാസ്റ്റും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും അവർക്ക് ഒരു ഒരു മുഖ്യധാരയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ നടത്തിയിട്ടുള്ള സമരം, ദളിത് പാന്തേഴ്സ് എന്ന് പറയുന്ന ഒരു സമരം മൂവ്മെന്റിനെ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. ഒരു സോഷ്യൽ ഹൈറാർക്കിയിൽ ഏറ്റവും ലോ ലെവലുള്ള ആളുകൾ ഉണ്ടാവും, അപ്പർ കാസ്റ്റിലുള്ള ആളുകൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അപ്പർ കാസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ഡിസ്ക്രിമിനേഷൻ, എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ, ബെറ്റർ ആക്സസ്, പോളിസി മേക്കിങ്ങിൽ അവരുടെ പ്രാതിനിധ്യം, ഇതിനൊക്കെ വേണ്ടിയിട്ട് അവർ നടത്തുന്ന പല സമരങ്ങളും എന്തായിട്ട് മാറാറുണ്ട്, കാസ്റ്റ് ബേസ്ഡ് മൂവ്മെന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ബോഡോ മൂവ്മെന്റ്, ഈ എത്നിക് നാഷണലിസ്റ്റ് മൂവ്മെന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ റീജിയണൽ മൂവ്മെന്റിന്റെ പോലെ തന്നെയുള്ള ഒരു മൂവ്മെന്റ് ആണ്. അത് വളരെ ബോഡോ മൂവ്മെന്റ് എന്താണ് ആസാം, അതായത് ബോഡോ ലാൻഡ്, അവർക്ക് വേണ്ടി മാത്രം ഒരു ഭൂമി കൊടുക്കുക. നേരത്തെ നമ്മൾ സ്റ്റേറ്റിന് മൊത്തത്തിൽ എന്ത് ചെയ്യാം, അവരെ ഞങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റേറ്റ് കൊണ്ടുവരിക എന്ന് പറഞ്ഞതുപോലെ ഈ മണിപ്പൂരിൽ നടക്കുന്ന മൂവ്മെന്റുകൾ അതാണ്. ആസാമിലെ ബോഡോ മൂവ്മെന്റ് അതാണ്. അവർക്ക് വേണ്ടി ബോഡോ ലാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റിനകത്ത് എന്ത് ചെയ്യാം, ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ്, ഒരു ഓട്ടോണമി, ഒരു സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു ഓട്ടോണമി സ്റ്റേറ്റ് അവർക്ക് വേണ്ടി മാത്രം നമ്മൾ നിർമ്മിച്ചു കൊടുക്കുക. ഇതിനാണ് എത്നിക് നാഷണലിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ദേശീയ തലത്തിലേക്ക് ഇവരുടെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന മൂവ്മെന്റുകൾ, അവരുടെ കൾച്ചറിനെയും മറ്റൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ, രാജ്യത്തിന്റെ കൾച്ചറിൽ നിന്ന് അവരെ ഇതിനൊക്കെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, ഇതിനകത്തൊരു ഒരു രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യം എന്നുള്ള രൂപത്തിലേക്ക് സ്വന്തമായിട്ടുള്ള രാജ്യത്തിന് വേണ്ടിയിട്ടൊക്കെ വാദിക്കുന്ന മൂവ്മെന്റുകൾ. അപ്പൊ ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. കൈൻഡ്സ് ഓഫ് എത്നിക് മൂവ്മെന്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ ഇതിന്റെ ആൻസർ എഴുതേണ്ടത്. ലിംഗ്വിസ്റ്റിക്സ് മൂവ്മെന്റ്, ട്രൈബൽ മൂവ്മെന്റ്, റിലീജിയസ് മൂവ്മെന്റ്, റീജിയണൽ മൂവ്മെന്റ്, കാസ്റ്റ് ബേസ്ഡ് മൂവ്മെന്റ് ആൻഡ് എത്നിക് നാഷണലിസ്റ്റ് മൂവ്മെന്റ്. ഇത്രയും മൂവ്മെന്റുകളാണ് നമ്മൾ അവിടെ കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനിയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് വൺ ഓഫ് ദി ട്രൈബൽ എത്നിക് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. ഡിസ്ക്രൈബ് സാന്താൾ മൂവ്മെന്റ് ഇൻ ഇന്ത്യ. അപ്പം ഒരു ട്രൈബൽ എത്നിക് മൂവ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതാനാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. രണ്ടാമത് സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സാന്താൾ മൂവ്മെന്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടിനും കൂടെ ഒറ്റ ആൻസർ ആണ് നമ്മൾ എഴുതേണ്ടത്. എന്താണ് സാന്താൾ മൂവ്മെന്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഒന്നാമത്തെ ചോദ്യത്തിന്റെയും രണ്ടാമത്തെ ചോദ്യത്തിന്റെയും ആൻസർ ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ സാന്താൾ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ സോഷ്യൽ മൂവ്മെന്റ് എന്താണ്, ട്രൈബൽ മൂവ്മെന്റ് എന്താണ് എന്നുള്ളതൊക്കെ വിശദീകരിക്കണം. എന്നിട്ട് 1885 സാന്താൾ റീബിലിയൻ നടക്കുന്നത്, സാന്താൾ മൂവ്മെന്റ് നടക്കുന്നത് 1855. അവിടെ എന്തൊക്കെയാണ് അവർ, എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഫൈറ്റ് ചെയ്തത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രൈബൽ മൂവ്മെന്റ് ഒക്കെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഫൈറ്റ് ചെയ്യുന്നുണ്ടാവുക? ഇൻ ദ ഫൈറ്റ് ഫോർ ലാൻഡ് റൈറ്റ്സ് ആൻഡ് സെൽഫ് ഡിറ്റർമിനേഷൻ. അവർക്ക് സ്വന്തമായിട്ട് പ്രദർശിപ്പിക്കാൻ, അല്ലെ അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഭൂമി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ സമരങ്ങൾ പ്രധാനമായിട്ട് നടന്നത്. സാന്താൾ പീപ്പിൾ, അതായത് കർഷകരാണ്, ജാർഖണ്ഡിലെയും വെസ്റ്റ് ബംഗാളിലേക്ക് കർഷകരായിട്ടുള്ള സാന്താൾ പീപ്പിൾ ആണ് ഈ സമരം നടത്തിയത്. അപ്പം ഒരു കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ, 885 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല, ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് കൊളോണിയൽ ഭരണകൂടം, ബ്രിട്ടീഷ് ഭരണകൂടം ഇവർക്കെതിരെ കാണിച്ചിട്ടുള്ള ചൂഷണങ്ങൾക്കെതിരെ നടന്നിട്ടുള്ള ഈ വിഭാഗത്തിന്റെ സമരമാണ് ശരിക്കും ഇത്. പക്ഷെ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായിട്ട് മാറി, നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് മാറി. ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്താണ്, പക്ഷെ അത് ബ്രിട്ടീഷുകാർക്കെതിരായി എന്നുള്ളത് കൊണ്ട് മാത്രം അതെന്തായിട്ട് മാറുന്നു, ഒരു നാഷണൽ മൂവ്മെന്റ് ആയിട്ട് മാറുന്നു. വേണമെങ്കിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 855 സമരം നടക്കുന്നത്. അതുപോലെ ലാൻഡിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ മൂവ്മെന്റ് നടക്കുന്നത്. കർഷകരായിട്ടുള്ള ജാർഖണ്ഡിലെയും വെസ്റ്റ് ബംഗാളിലേക്ക് സാന്താൾ പീപ്പിൾ എന്ന് പറയുന്ന ആളുകളാണ്. ഇന്നത്തെ ജാർഖണ്ഡിലെയും വെസ്റ്റ് ബംഗാളിലേക്ക് സാന്താൾ പീപ്പിൾ ആണ് ഇതിന് നേതൃത്വം കൊടുത്തത്. ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണത്തിനെതിരെ, എക്സ്പ്ലോയിറ്റേഷനെതിരെയാണ് പ്രധാനമായിട്ടും ഇവരുടെ സമരം ഉണ്ടായിരുന്നത്. ഇനി അവരുടെ വേ ഓഫ് ലൈഫ് ഇവിടെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രൂപത്തിൽ അവരുടെ ലൈഫ് സ്ട്രക്ചറുകൾ എങ്ങനെയായിരുന്നു എന്നുള്ള ജസ്റ്റ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം, ഈ ഭാഗം ജസ്റ്റ് വായിച്ചു നോക്കാൻ പറ്റും. അവരുടെ ഭൂമി, അതുപോലെ തന്നെ എന്തായിരുന്നു അവരുടെ സോഷ്യൽ ഐഡന്റിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് അതൊക്കെ നമുക്ക് വായിക്കാം. ദെൻ എങ്ങനെയാണ് സമരം ഉണ്ടാകുന്നത്? ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്നു. ദെൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാകുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാർ ഇവിടെ അറൈവ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം എന്ത് ചെയ്യാണ്, വലിയ രൂപത്തിൽ ഇത് കമ്പനി എക്സ്പ്ലോയിറ്റേറ്റീവ് പോളിസീസ്, അതായത് ഇവരുടെ സാന്താൾ വിഭാഗത്തിനെതിരെ അവരെന്ത് ചെയ്യാണ്, വളരെ ചൂഷണപരമായിട്ടുള്ള ചില നിയമങ്ങൾ കൊണ്ടുവരികയാണ്.
ആ നിയമങ്ങൾക്കെതിരെയാണ് എന്ത് ചെയ്യുന്നത്, ഈ സമരം നടക്കുന്നത്. അപ്പം ഈസ്റ്റ് ഇന്ത്യ കമ്പനി 18th സെഞ്ചുറിയിൽ വന്നോടുകൂടെയാണ് സമരം തുടങ്ങിയത് എന്ന് നമുക്ക് അവിടെ അതിന്റെ ഭാഗമായിട്ട് പറയാൻ പറ്റും. ദെൻ ഇവരുടെ ലാൻഡ് ഓണർഷിപ്പിന് ഇത് ശരിക്കും ബാധിച്ചു. ട്രഡീഷണൽ ലാൻഡ് ഓണർഷിപ്പിനെ ബാധിച്ചു. അതുപോലെ തന്നെ ഈ ജമീന്ദാരി സിസ്റ്റം, ഈസ്റ്റ് ഇന്ത്യ കമ്പനി EIC എന്ന് പറയുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗമായിട്ടുള്ള ജമീന്ദാരി സിസ്റ്റം, ലാൻഡ് ലോഡ്സ് എന്നാണ് പറയാം, ഇവരെന്ത് ചെയ്തു, അമിതമായിട്ട് ഇവരുടെ മേലെ റെന്റും മറ്റു കാര്യങ്ങളൊക്കെ ചുമത്താൻ തുടങ്ങി. ഈ ലേബേഴ്സിന് മുകളിൽ റെന്റും കാര്യങ്ങളൊക്കെ ചുമത്താൻ തുടങ്ങി. അപ്പം ഇതിനെതിരെ നടന്നിട്ടുള്ള ഒരു സമരം. അപ്പം ഇതിനകത്ത് ഈ ഭാഗത്തിൽ നിന്ന് നമ്മൾ എടുക്കേണ്ടത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ള വാക്കാണ്. ദെൻ 18th സെഞ്ചുറി രണ്ട് കാര്യങ്ങൾ, ലാൻഡ് ഓണർഷിപ്പിനെതിരെ, എന്താണ് ഡെപ്പോസിഷൻ, ഇവിടെ നമ്മൾ ലാൻഡ് ഓണർഷിപ്പ് അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതും, ജമീന്ദാർ സിസ്റ്റം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നപ്പം അത് ഇവരെ വലിയ രൂപത്തിൽ ബാധിച്ചു എന്നുള്ളതാണ്. ദെൻ ഇതിന്റെ ലീഡർഷിപ്പ് ആർക്കായിരുന്നു? ഇതിന്റെ ലീഡർഷിപ്പ് എന്നുള്ളത് സാന്താൾ ബ്രദേഴ്സ്. അതിനകത്ത് അവരുടെ പേരൊക്കെ പറയുന്നുണ്ട്. വേണമെങ്കിൽ ഓർമ്മയിൽ നിൽക്കുമെങ്കിൽ ഈ പേരൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജസ്റ്റ് എഴുതി വെക്കാം. അല്ലെങ്കിൽ ഫോർ സാന്താൾ ബ്രദേഴ്സ് എന്ന് മാത്രം എഴുതിയാൽ മതി. ഇതിന്റെ ഒരു കരിസ്മാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഈ 4 സാന്താൾ ബ്രദേഴ്സ് ആണ് ഇതിന്റെ ലീഡേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഇവരുടെ സമരത്തിന്റെ രീതി എന്ന് പറയുന്നത് ഗൊറില്ല വാർഫെയർ. ഗൊറില്ല വാർഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒളിഞ്ഞിരുന്നുകൊണ്ട്, ഒളിപ്പോരെന്നൊക്കെ നമ്മൾ പറയില്ലേ, ബ്രിട്ടീഷുകാർക്കെതിരെ നടക്കുന്ന ഒരു സർപ്രൈസ് അറ്റാക്ക് ഓൺ ബ്രിട്ടീഷ് എന്നാണ് അവർ പറയുന്നത്. സർപ്രൈസ് അറ്റാക്ക്, ഒളിഞ്ഞിരുന്നുകൊണ്ട് അവരറിയാതെ തന്നെ എന്ത് ചെയ്യാം, അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന അറ്റാക്കുകളാണ് ഗൊറില്ല വാർ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു സമര രീതിയാണ് ആദ്യഘട്ടത്തിൽ ഇവർ ഉപയോഗിച്ചത്. കുറച്ചും കൂടെ വയലന്റ് സമരമായിരുന്നു എന്നുള്ളതിനെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ദെൻ ബ്രൂട്ടലിറ്റി എന്ന് പറയുന്നത്, അവര് അതേ രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടീഷുകാരെ ഈ സമരത്തെ അടിച്ചമർത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അതേ രൂപത്തിൽ തന്നെ ബ്രിട്ടീഷുകാർ ഇതിനെ അടിച്ചമർത്തിയിട്ടുണ്ട്. ദെൻ ഈ സമരം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ഒന്ന് വേക്കപ്പ് കോൾ ദ ബ്രിട്ടീഷ്. ഈ സമരം എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വലിയൊരു ടോട്ടൽ ആളുകൾ ഒരുമിച്ച് കൂട്ടുന്ന ഒരു സമരമായിട്ട് എന്ത് ചെയ്തു മാറി എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാരുടെ ലാൻഡ് പോളിസി, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഇവരെതിരാണ്, ഈ കമ്മ്യൂണിറ്റികൾ എതിരാണ് എന്നുള്ള രൂപത്തിലേക്കുള്ള ഒരു ലാൻഡ് റിഫോം എന്ന് പറയുന്ന ഭൂപരിഷ്കരണ നിയമങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കണം എന്നുള്ളത് ബ്രിട്ടീഷുകാർക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരു സമരം കൂടിയാണ് സാന്താൾ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ സമരം കൊണ്ടുണ്ടായിട്ടുള്ള നേട്ടമാണ് ഇനി നമുക്ക് ഇവിടെ പറയാനുള്ളത്. അതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് എ വേക്കപ്പ് കോൾ ഫോർ ദ ബ്രിട്ടീഷുകാർ ചെയ്തു ലാൻഡ് റിഫോം മൂവ്മെന്റ് അടക്കമുള്ള മൂവ്മെന്റുകൾ ഇതിനകത്ത് കൊണ്ടുവരാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതരായി എന്നുള്ളതാണ്. ഇതിനകത്ത് ലാൻഡ് റിഫോം അടക്കമുള്ള മൂവ്മെന്റുകൾ കൊണ്ടുവരാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതരായി. അപ്പം അതുപോലെ തന്നെ ടോട്ടൽ ഒരു സമരങ്ങൾ, ഈ സാന്താൾ റീബില്യൻ എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തന്നെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, അങ്ങനെയുള്ള ഒരു രാജ്യം മുഴുവൻ ഇതിന്റെ ഒരു സമരം, ഒരു ട്രൈബൽ മൂവ്മെന്റ് വ്യാപിപ്പിക്കാൻ എന്ത് ചെയ്തു ഇവർക്ക് പറ്റി. അപ്പം ഒരു ട്രൈബൽ മൂവ്മെന്റ്സിനെ ഏകീകരിക്കാൻ എന്ത് ചെയ്തു ഇവർക്ക് പറ്റി എന്നുള്ളതാണ്. സാന്താൾ റീബില്യൻ റിമൈൻസ് ദ സിംബൽ ഫോർ ദ ട്രൈബൽ റെസിസ്റ്റൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഈ സമരങ്ങൾക്ക്, അതായത് ഇന്ത്യയിലെ ഗോത്രവർഗങ്ങളുടെ സമരങ്ങളുടെ ഒരു പ്രതീകമായിട്ട് സാന്താൾ റീബില്യൻ മാറി എന്നുള്ളതാണ്. അപ്പം ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു എത്നിക് മൂവ്മെന്റ് ആണ്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു എത്നിക് മൂവ്മെന്റിനെ കുറിച്ച് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, ഡിസ്ക്രൈബ് വൺ ഓഫ് ദ ട്രൈബൽ എത്നിക് മൂവ്മെന്റ് ഇൻ ഇന്ത്യ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സാന്താൾ മൂവ്മെന്റിനെ തന്നെ കൊണ്ടുവരാം. അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അതാണ് കുറച്ചും കൂടെ നമുക്ക് ഇതിന്റെ ലീഡർഷിപ്പും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്നത്. അപ്പം അതിന് എന്താണ് സോഷ്യൽ മൂവ്മെന്റ്, എന്താണ് ട്രൈബൽ മൂവ്മെന്റ്, എന്തിനൊക്കെതിരെയാണ് ഒരു സമരം നടന്നത്, ഏത് സ്റ്റേറ്റിലുള്ള ആളുകളാണ്, സാന്താൾ പീപ്പിൾ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാളിലെ ആളുകളാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുകയും പിന്നെ എന്താണ് അവരുടെ പ്രശ്നങ്ങൾ, അതുപോലെ ലാൻഡിൽ ഓണർഷിപ്പ് നഷ്ടപ്പെടുകയും ജമീന്ദാർ സിസ്റ്റമാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുകയും ദെൻ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോർ സാന്താൾ ബ്രദേഴ്സ് ആണ് ഇതിന് നേതൃത്വം കൊടുത്തത്. ഇവരുടെ സമര രീതി എന്ന് പറയുന്നത് ഗൊറില്ല വാർഫെയർ ആൻഡ് ഇനീഷ്യൽ സക്സസ്, അതായത് ഇത്തരത്തിലുള്ള സർപ്രൈസ് അറ്റാക്ക് ആണ് ഇവരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഡീപ്പ് നോളജ്, ഇവരെല്ലാവരും തമ്മിൽ വലിയ യൂണിറ്റി ഉണ്ടായിരുന്നു, ഐക്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോ കാര്യത്തിലും ഇവർക്ക് ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജുകൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ആദ്യം ഇതിനെതിരെ വലിയ സമരങ്ങൾ, അതായത് അടിച്ചമർത്തലുകൾ ഉണ്ടായി. പിന്നീട് ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, ഇതിനകത്ത് ലെഗസി ഓഫ് ദി സാന്താൾ മൂവ്മെന്റിൽ പറയുന്നുണ്ട്, ബ്രിട്ടീഷുകാർക്ക് ഇത്തരം നിയമങ്ങളൊക്കെ മാറ്റേണ്ടി വന്നു, തിരുത്തലുകൾക്ക് വിധേയമാക്കേണ്ടി വന്നു, റിഫോം നിയമങ്ങൾ കൊണ്ടുവരേണ്ടി വന്നു. അതുപോലെ തന്നെ രാജ്യം മുഴുവൻ വലിയ സമരമായിട്ട് ഒരു ട്രൈബൽ മൂവ്മെന്റ് ആയിട്ട് ഇത് വ്യാപിപ്പിക്കാൻ ഇതൊരു കാരണമായി.
അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ട്രൈബൽ മൂവ്മെന്റുകളുടെ ഒരു ചരിത്രത്തെ അടയാളപ്പെടുത്തുന്ന സമരമായിട്ട് സാന്താൾ മൂവ്മെന്റ് മാറിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് എഴുതേണ്ടത്. ടോട്ടൽ ഈ ഒരു ചാപ്റ്ററിനകത്ത് എന്ത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും എന്താണ് ട്രൈബൽ മൂവ്മെന്റ്, സോഷ്യൽ മൂവ്മെന്റ് എന്നുള്ളതിന് കൃത്യമായിട്ട് നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. അതുപോലെ തന്നെ ലാൻഡ് റൈറ്റ് പോലെയുള്ള മാർജിനലൈസേഷൻ പോലെയുള്ള കാര്യങ്ങൾ, ഇതാണ് എല്ലാ ട്രൈബൽ വിഭാഗങ്ങളും എല്ലാ എത്നിക് ഗ്രൂപ്പുകളും അനുഭവിച്ചിട്ടുണ്ടാവുക. കൈൻഡ്സ് ഓഫ് എത്നിക് ഗ്രൂപ്പ് എന്ന് പറയുന്നിടത്ത് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. അവിടെ നമുക്ക് ഈ കാസ്റ്റ് ബേസ്ഡ് മൂവ്മെന്റ്, അതുപോലെ ലിംഗ്വിസ്റ്റിക്സ് മൂവ്മെന്റ്, ട്രൈബൽ മൂവ്മെന്റ്, റിലീജിയസ് മൂവ്മെന്റ്, റീജിയണൽ മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ അതിനകത്ത് കൊണ്ടുവരേണ്ടത്. ബാക്കിയുള്ള എല്ലായിടത്തും നമുക്ക് ഈ രൂപത്തിൽ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നതാണ്. ഏകദേശം ഈ ഒരു രൂപത്തിൽ ഇതിനൊരു ജനറൽ കോൺസെപ്റ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വിചാരിക്കുന്നത്. കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചു വെക്കാം. ടൈപ്സ് ഓഫ് ട്രൈബൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്ന പാർട്ട് ഉണ്ടല്ലോ ചാപ്റ്ററിനകത്ത്. അപ്പൊ അതിനകത്ത് നിന്ന് എന്ത് ചെയ്യാം, കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, താങ്ക് യു.